കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊ വേദന ഉണ്ടോ അമ്മു? ഇല്ല ചേച്ചി, കെട്ടഴിച്ചപ്പോ ആശ്വാസമായി. വേദന ഉണ്ടെങ്കിലും അമ്മ പറയില്ലല്ലോ. ഇതിനേക്കാൾ വലിയ വേദന മനസ്സിൽ അനുഭവിച്ചല്ലേ. ഇനി അമ്മുവിന് ഒരു സങ്കടവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ചോദിക്കുന്നോണ്ട് ചേച്ചിക്കൊന്നും തോന്നരുത്. ചേച്ചിയുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടല്ലേ? വാ. അതെ, തറവാട്ടിൽ വെച്ചുണ്ടായൊരു പ്രശ്നം ഓർത്തപ്പോഴാ. അമ്മയ്ക്ക് സഞ്ജുവിന്റെ അമ്മ ഇഷ്ടമല്ല. ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന്റെ പേര് സഞ്ജു. എന്റെ ഭർത്താവിന്റെ പേര് സഞ്ജയ് പണിക്കർ. സത്യത്തില് സഞ്ജുവിന് അതിപ്പോഴും അറിയില്ല. കല്യാണം കഴിയുമ്പോ ഇതെല്ലാം ശരിയാവും. ചേച്ചി ഇപ്പൊ വിഷമിക്കാതിരുന്നാ മതി. എത്ര നല്ല മനസ്സാ അമ്മുവിന്റേത്. എല്ലാരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കണേന്നാ എന്റെ പ്രാർത്ഥന. ഇത് തന്നെയാ സഞ്ജുവും പറയാറ്. ഇന്ന് പാവപ്പെട്ട ഒരാള് സഹായം ചോദിച്ച് തറവാട്ടിൽ വന്നു. ഞങ്ങളോടൊന്നും പറയാതെ സഞ്ജു അയാളെ കാറി കൊണ്ടുപോയി. ചേച്ചിയുടെ ഭാഗ്യം. ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ ഭർത്താവായിട്ട് കിട്ടാൻ പോവല്ലേ. നല്ല മനസ്സുള്ള കൂട്ടുകാരെ എനിക്ക് കിട്ടിയില്ലേ. സഞ്ജു ആവും ഇന്ന് വിളിച്ചേ ഇല്ല. ഇന്ന് അമ്മു എടുക്ക് കോള്. അയ്യോ, എടുക്കമ്മു. ചേച്ചിയുടെ കൂട്ടുകാരിയാ. അഞ്ജലിയാ. ബാംഗ്ലൂർ പോകുന്ന കാര്യം സംസാരിക്കാണ്. അഞ്ജലി, ഹലോ. എന്റെ ഭർത്താവിന് നല്ലത് മാത്രം വരുത്തണേ. അദ്ദേഹം സന്തോഷത്തോടെ ഇരിക്കണേ. എന്റെ മുത്തശ്ശിക്ക് ദീർഘായുസ് കൊടുക്കണേ. കുഞ്ഞുട്ടേട്ടനും നന്ദോട്ടനും നല്ലത് വരുത്തണേ. എന്റെ ചേച്ചിക്കും ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്നയാൾക്കും നല്ലൊരു ജീവിതം കൊടുക്കണേ. എല്ലാവർക്കും നല്ലത് വരുത്തണേ. പ്രസിഡന്റ് ജയിച്ചാ മതിയോ? പ്രസിഡന്റ് ജയിപ്പിച്ചു വിട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ?
എന്റെ വാർഡിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിനെ വോട്ടർമാർ കൈയൊഴിഞ്ഞ ചന്ദ്രൻപിള്ള വരണമെന്നില്ല. അപ്പൊ അതുവരെ നാട്ടുകാര് തെരുവ് നായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങണ്ടെന്നാണ് രാത്രി. ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല. പഞ്ചായത്തിൽ ഇപ്പൊ അതിനുള്ള ഫണ്ടൊന്നുമില്ല. ഫണ്ടൊക്കെ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? എടോ, മര്യാദയ്ക്ക് സംസാരിക്കണം. തനിക്കിപ്പോ ഇരുട്ടത്ത് നടക്കാനാ താല്പര്യം. പകൽ വെട്ടത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കുന്നവന് ഇരുട്ട് തന്നെയാ സുഖം. പക്ഷേ ഞങ്ങൾക്കത് സുഖമുള്ള കാര്യമല്ല. ഒന്ന് പോടോ. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. നിനക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. ഞങ്ങള് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നീ കണ്ടോ നരേന്ദ്ര? കാണാ. ആ പെങ്കൊച്ചിന്റെ ഭാഗ്യം വെച്ചാ നീ ഇതുവരെ കളിച്ചത്. അത് ഓർമ്മയിൽ വെച്ചോ. വാടാ. വസുമതി, എല്ലാവരും ഒന്നിങ്ങി വന്നേ. എന്തായി? തീയതി നിശ്ചയിച്ചോ? അതിനല്ലേ പോയത്. ശ്രീദേവി എവിടെ? അവള് കൂടി വരട്ടെ. ഓ, അവള് വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? നിങ്ങൾ തീയതി പറ. അടുത്ത മാസം 27-ന്. അതല്പം നീണ്ടുപോയില്ലേ അച്ഛാ? കവിതേച്ചി എന്താ പറയുന്നേ? എൻഗേജ്മെന്റ് കല്യാണം പോലെ നടത്തണമെങ്കിൽ അതിന് സമയം വേണ്ടേ? അതുമാത്രമല്ല, ആ ദിവസം തന്നെ അച്ഛൻ തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് അച്ഛൻ തന്നെ അങ്ങ് പറഞ്ഞേക്ക്. "60 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന മുഹൂർത്തമാണെന്ന്. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ സമയം. എന്റെ ഈശ്വര, ആ മുഹൂർത്തത്തിൽ ഒത്തുചേരുന്നവരെ ആർക്കും വേർതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സമയമല്ലേ നമുക്ക് വേണ്ടത്. അന്ന് മതി നമ്മുടെ കൊച്ചുമക്കളുടെ വിവാഹ നിശ്ചയം. ചേച്ചി, സഞ്ജുവിനെ ശ്രീകുട്ടിയെ വേഗം വിവരം അറിയിക്കാം. ഇതൊരു എൻഗേജ്മെന്റ് ആയിട്ടല്ല കാണേണ്ടത്, കല്യാണമായിട്ടാ. 2 പെൺമക്കള് ദൈവം നമുക്ക് തന്നത് ഒന്നിനെ. 2 കല്യാണം പോലെ തന്നെ നമുക്ക് ഈ ചടങ്ങ് നടത്തണം. തയ്യാറെടുപ്പുകൾ ഉടനെ തുടങ്ങണം. ഭാഗ്യത്തിന് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. എന്താ കവിത? വിളിച്ചി, എൻഗേജ്മെന്റിന്റെ ഡേറ്റ് അച്ഛൻ വിളിച്ച് പറഞ്ഞോ? പ്രഭയുടെ അച്ഛൻ പറഞ്ഞിരുന്നു. വലിയച്ചി ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലേ? അപമാനം സഹിച്ചിട്ടും ഞാൻ പ്രതികരിക്കാതിരുന്നത് അതോർത്തിട്ടല്ലേ? ശ്രീകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാൽ എല്ലാത്തിനും വലിയച്ചിക്ക് എണ്ണി എണ്ണി പകരം ചോദിക്കാം. പിന്നെ ബാക്കി ചിലവരൊക്കെ വലിയച്ചിയുടെ കാൽ കീഴിലല്ലേ. കാഞ്ചനയുടെ മനസ്സ് എവിടെയൊക്കെ മുറിവേറ്റിട്ടുണ്ടോ? പകരം ചോദിക്കാതെ ആ മുറി ഉണങ്ങിയിട്ടില്ലേ? അമ്മയാണ് എല്ലാം എന്ന സഞ്ജുവിന്റെ ആ മനോഭാവം അതൊന്ന് മാറിക്കിട്ടിയാ മതി. മറ്റുള്ളവരെല്ലാവരും അവരുടെ തലയ്ക്ക് മുകളിലാ. അവിടുന്ന് അവളുടെ വീഴ്ച എനിക്കൊന്ന് കാണണം. ശ്രീദേവി കാരണം ജീവിതം നശിച്ചു പോയവളഞ്ഞ്. എനിക്കും വേണ്ട വലിയച്ചി മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാൻ ഒരു ദിവസം. ചേച്ചി എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തെ?
രാവിലെ തുടങ്ങിയതല്ലേ ഈ ഇരിപ്പ്? റിസൾട്ട് വന്നാലും കുറച്ച് പണിയൊക്കെ ഉണ്ട്. അത് പറഞ്ഞ അമ്മൂന് മനസ്സിലാവില്ല. എനിക്കതൊന്നും അറിയില്ല. അടുക്കളയിലേക്ക് വന്നാലേ ഞാനൊരു കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചുതരാം. നിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഞാൻ വരുന്നുണ്ടേ. ആ സഞ്ജുന്റെ കോളാ. ഹലോ സഞ്ജു. എന്താടോ വിവരം അറിഞ്ഞിട്ട് എന്നെ വിളിക്കാതിരുന്നത്? എന്ത് വിവരം? എൻഗേജ്മെന്റ് ഡേറ്റ് അവിടെ വിളിച്ചാരും പറഞ്ഞില്ലേ? സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ സഞ്ജുനെ വിളിക്കില്ലേ. എന്നാ ഡേറ്റ്? അമ്മു അടുത്തുണ്ട്. അമ്മു ഞങ്ങളുടെ എൻഗേജ്മെന്റ് നിശ്ചയിച്ചു. സഞ്ജുനൊന്ന് വിഷ്. അയ്യോ സംസാരിക്കേ, പേടിക്കണ്ടെന്നേ. ദാ. ഹലോ. ഹായ് അമ്മു, സുഖല്ലേ? ചേച്ചി പറഞ്ഞിട്ടാ. എനിക്ക് പറയാൻ അറിയില്ല. അവൾക്ക് ഫോണിൽ സംസാരിക്കുന്ന എങ്ങനെയാണെന്ന് പോലും അറിയില്ല സഞ്ജു. എനിക്ക് തോന്നി. സന്തോഷത്തീരം കണ്ടേ കൊഞ്ചും വിരണ്ട്. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. കൊച്ചുമോള് സുഖമായി ഇരിപ്പുണ്ടെന്നുള്ള വിശ്വാസം ആ തള്ളയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ മുത്തശ്ശിക്ക് പഴയ കരച്ചിലും പിഴിച്ചിലും ഇല്ല അർജുനേട്ടാ. കുഞ്ഞൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് സിറ്റി പോകുന്നുണ്ടെന്ന് എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ എവിടെയൊക്കെ ഈ ഗണിച്ചും കൂട്ടിയും വരുന്നത്? അവളവന്റെ കൂടെ ഉണ്ടെന്നോ? ഇപ്പൊ അങ്ങനെയല്ലേ നരേന്ദ്ര ഊഹിക്കാൻ പറ്റൂ? ഒരു ഊഹ കച്ചവടത്തിനും ഞാനില്ല. എനിക്കുറപ്പായി പറയാം, ലച്ചു അവന്റെ കൂടിയില്ലെന്ന്. അവള് പോയിട്ട് ദിവസങ്ങളായില്ലേ അളിയ? അവൾ എവിടെ പോവാനടാ? അവൾ സിറ്റിയിൽ ഏതെങ്കിലും വീട്ടിൽ കാണും, അടുക്കള പണിക്കാരായിട്ട്. അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള പദ്ധതികളാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്റെ നെഞ്ചിലെ തീ ഈ കണ്ട സ്വത്തുക്കളുടെയൊക്കെ അവകാശി അവളാണെന്നുള്ളതാ. അവൾ അവനുമായിട്ട് വന്ന എല്ലാവർക്കും ഇവിടുന്ന് ഇറങ്ങാം. നിർത്ത്! അവൾ ഇവിടെ വരേണ്ടവള് തന്നെയാ. ഞാൻ ആഗ്രഹിക്കുന്നു അതാ. അവൾ എവിടെ ഒളിച്ചിരുന്നാലും നരേന്ദ്രൻ തമ്പി അവളെ പുകച്ചു പുറത്തിയാടിക്കും. ഇവിടെ ഈ തച്ചിലെടുത്ത് എന്റെ വധുവഴി ഞാൻ വാഴിക്കും. കണ്ടവന്റെ കൂടെ പോയവളെ ഭാര്യയായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കുടിയിരുത്തുവെന്ന് ഭാരതെന്നല്ലാതെ എന്തു പറയാനാ? ആ നാശം പിടിച്ച എന്റെ കാല് ആരെങ്കിലും ഒന്ന് ഓടി വാ. അമ്മേ, അമ്മേ, എന്തു പറ്റി? എന്താ 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 പറ്റിയേ? എന്റെ കാലൊടിഞ്ഞടാ. നോക്കി നിൽക്കാതെ ഒന്ന് പിടിക്ക്. വേദനയുണ്ടോ? ഉണ്ട്. നോക്കി നിൽക്കാതെ പിടിക്ക് ദുഷ്ടേ. പിടിക്കടി. എന്താ? അമ്മയുടെ കാലൊന്ന് വിളിക്കതാ. ഒരു പെങ്കൊച്ചിന്റെ കാലിൽ ചൂടുവെള്ളം ഒഴിച്ചോളല്ലേ? വേദന എന്താണെന്നേ നീ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. കുഞ്ഞിന് പോലല്ലേ ഉണക്ക് പറയാൻ വന്നിരിക്കുന്നു. അപ്പച്ചി ഒന്ന് ഇറങ്ങിക്ക്. തൈലിട്ടാ സുഖപ്പെടും. എന്താ പെട്ടെന്ന് ഇങ്ങനെ വരാ? ലച്ചു പോയതിന്റെ ഫലം ഇതൊക്കെ. ഞാനൊന്ന് വീടെന്നും പറഞ്ഞ് നാവി വരുന്ന പറയുന്നോടി. മിണ്ടാതെ വാ അമ്മേ. എന്റെ കൈ കിടന്ന് വളകൾ ഊരി വാങ്ങിയതല്ലേ, അനുഭവിക്കാൻ ഇനിയും ഉണ്ട്. ശരിയാകും അപ്പച്ചി. അതെ വേണം. നോക്കിട്ട് ഞാനെന്താ ഹെൽപ്പാ ചെയ്യണ്ടേ? ചേച്ചി ഒന്നും ചെയ്യണ്ട. ആ ചായ മേശ വെച്ചിരുന്നു. അത് കഴിച്ചപ്പോഴാ അമ്മൂനൊന്ന് സഹായിക്കണമെന്ന് തോന്നി. നോക്കട്ടെ. ഏയ് വേണ്ട, കൈമുറിയും. നീ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതിരുന്ന ഞാൻ എന്ത് ചെയ്യും? എനിക്കും എന്തേലും ജോലിതാ. ചേച്ചി അമ്മയെ സഹായിക്കാറുണ്ടോ? അതില്ല. പിന്നെന്തിനാ എന്നെ സഹായിക്കാൻ വരുന്നേ? നിന്നെ ഒരു സർവന്റായി കാണാൻ വയ്യാഞ്ഞിട്ട്. നമുക്ക് വേണ്ടി നമ്മളല്ലേ ചേച്ചി ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അതിനൊരു കുറച്ചിലും വേണ്ട.
സമ്മതിച്ചു. എന്നാലേ ഇത് കഴിഞ്ഞ് വേഗം റെഡിയാവ്. നമുക്ക് ഷോപ്പിങ്ങിന് പോണം. നീ ഷോപ്പിങ്ങിന് പോകുന്നതിന് അവൾ എന്തിനാ വരുന്നത്? എനിക്ക് വേണ്ടിയല്ല, അമ്മുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കാനാ. അവക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ നീ വാങ്ങിയാ മതി. അതിന് അവളെ കൂടി എന്തിനാ കൊണ്ടുപോകുന്നത്? എനിക്കിപ്പോ ഡ്രസ്സൊന്നും വേണ്ട ചേച്ചി. ഞാൻ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല. അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ അവളോട് എന്റെ ഒപ്പം വന്ന അമ്മയ്ക്ക് എന്താ പ്രശ്നം? സഞ്ജു ഷോപ്പിംഗ് മോളിൽ വരുന്നുണ്ട്. അമ്മുവിനെ സഞ്ജുവിനെ കാണണമെന്നുണ്ട്. അതിനു കൂടിയാ ഞങ്ങൾ പോകുന്നേ. ഇങ്ങനെ കൊണ്ടു നടന്ന് കാണിക്കാൻ ഇവള് നിന്റെ ആരടി? എന്റെ അനിയത്തി. ഇവളോ നിന്റെ അനിയത്തി? നീ ഇതൊന്നും കാര്യമാക്കണ്ട ചേച്ചി. അമ്മയോട് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ കാരണം അമ്മ വിഷമിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. നീ അതൊന്നും കാര്യമാക്കാതെ ജോലി തീർത്തിട്ട് എന്റെ ഒപ്പം വരാൻ റെഡിയാവ്. ഞാൻ സഞ്ജുവിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തട്ടെ. എന്താ സ്വതി? ഞാനും അമ്മുവും 11:30 ഷോപ്പിംഗ് മോളിലെത്തും. സഞ്ജു വരില്ലേ? ആ, ഞാൻ വരും. തന്റെ ഫ്രണ്ടിനെ ഒന്ന് കാണണമല്ലോ. എനിക്ക് 1-2 പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങളുടെ പർച്ചേസ് കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. See you. ഓക്കെ ദെൻ, ബൈ. ഇറങ്ങിയോ? അമ്മ തനിച്ചാണോ ക്ഷേത്രത്തിൽ പോയത്? കുടുംബക്ഷേത്രല്ലേ മോനെ, അമ്മയ്ക്ക് എന്തിനാ കൂട്ട്? അമ്മ പുറത്തു പോകുന്നെങ്കിൽ രാജുവിനെ കൂടി കൂട്ടണമെന്ന് എത്ര പറഞ്ഞാലും അമ്മ കേൾക്കില്ല. എന്നെ ഓർത്ത് അമ്മ ടെൻഷൻ ആവരുത്. മക്കളെ ഓർത്തുള്ള അമ്മമാരുടെ ടെൻഷൻ ഒരു കാലത്തും തീരില്ല മോനെ. അമ്മയോട് ഞാൻ എന്തു പറയാനാ? അതിന് നീ അമ്മയോടൊന്നും പറയാറില്ലല്ലോ. നിന്റെ വിഷമം എന്താണെന്ന് അറിയില്ലെങ്കിലും എന്റെ മോനെ അതിൽ നിന്ന് കരകയറ്റാനെങ്കിലും അമ്മ പ്രാർത്ഥിക്കണ്ടേ? ഒക്കെ ദൈവത്തിനറിയാം. അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. മോന്റെ എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടെ തീരും. പ്രാർത്ഥിച്ചിറങ്ങിയപ്പോ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയത്. മോൻ ചെല്ല്, പോയിട്ട് വാടാ.